കായംകുളം ഏദൻ ഗാർഡൻ ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പസിൽ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലം പഠനത്തോടൊപ്പം മതപഠനവും പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ കോൺവക്കേഷനാണ് സംഘടിപ്പിച്ചത്. കായംകുളം ഏദൻ ഗാർഡൻ ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പസിൻ്റെ നേതൃത്വത്തിൽ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. 2 വർഷങ്ങളിൽ +2-നൊപ്പം മതപഠനവും വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികളുടെ കോൺവക്കേഷനാണ് സംഘടിപ്പിച്ചത്. ഇതുവരെ ഈ ക്യാമ്പസിൽ 100% വിജയത്തോടൊപ്പം ഉന്നത ഗ്രേഡും വാങ്ങിയാണ് വിദ്യാർത്ഥിനികൾ ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങിയത്. 2 സെഷനുകളിലായി നടന്ന കോൺവക്കേഷൻ പ്രോഗ്രാമിൽ രാവിലെ വെഫി കരിയർ കൗൺസിലർ മുഹമ്മദ് ഹുസൈൻ വിദ്യാർത്ഥിനികൾക്ക് ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കേണ്ട വിവിധ കോഴ്സുകളെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഷൗക്കത്ത് നൌമി അൽ ബുഖാരി ഉസ്താദ് ഏദൻ ഗാർഡൻ്റെ വിഷൻ അവതരിപ്പിച്ചു. തുടർന്ന് ഡയറക്ടർമാരായ അബ്ദുൽ സലാം സഖാഫി, അബ്ദുൽ റഷീദ്, സിറാജുദ്ദീൻ ബുഖാരി ഉസ്താദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഖലീൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന കോൺവക്കേഷൻ ചടങ്ങിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യയാണ്, വിദ്യാഭ്യാസമാണ് മറ്റെല്ലാ മുതലിനേക്കാളും മറ്റെല്ലാ സമ്പത്തിനേക്കാളും നമ്മെ ശക്തരാക്കുന്നത് എന്ന് നമുക്കറിയാം. വിദ്യയാണ് ധനം, വിദ്യയാണ് സമ്പത്ത്, അറിവാണ് സമ്പത്ത് എന്ന് ലോകത്തോട് ആദ്യമായി പ്രഖ്യാപിച്ചൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ തലമുറക്കാരാണ് നമ്മൾ. മറ്റു പലരും മൈറ്റ് ഈസ് റൈറ്റ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ, വേറെ ചിലര് മണി ഈസ് റൈറ്റ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലത്ത്, അഥവാ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരനെന്ന് പറഞ്ഞിരുന്ന കാലത്ത്, പണക്കാരനാണ് പണിക്കാരന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ച സമൂഹത്തിന് മുന്നിൽ അല്ല, നോളജ് ഈസ് പവർ എന്നാദ്യം ഉദ്ഘോഷിച്ച പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ. നോളജ് ഈസ് പവർ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡാറ്റയുടെ കാലഘട്ടത്തിലാണ്. ഇന്ന് നമുക്ക് സംവദിക്കാനുള്ളത്, ഇടപെടാനുള്ളത്, നമുക്ക് സഹകരിക്കാനുള്ളത് ഡാറ്റ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവനാണ് ശക്തനെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ്. അഥവാ അറിവാണ്, നോളജാണ്, വിവരമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഉള്ള തിരിച്ചറിവാണ് നമ്മെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നീറ്റ് 2025 ക്രാഷ് കോഴ്സ് കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ത്വാഹ മുസ്ലിയാർ 2025 +1 അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർമാരായ അൻഷാദ് വാഹിദ്, പേരൻറ് സാപ്പും എ ജെ ഷാജഹാൻ പ്രൊമോ വീഡിയോയും ഷാമില അനിമോൻ നീറ്റ് 2025 ക്രാഷ് കോഴ്സും ഉദ്ഘാടനം ചെയ്തു. കേരള ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാനും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി സ്റ്റുഡൻറ് സാപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏദൻ ഗാർഡൻ നീറ്റ് വിഭാഗം പ്രിൻസിപ്പൽ സാജിദ് ഹുസൈൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏദൻ ഹാദിയ വിഭാഗം പ്രിൻസിപ്പൽ ജുനൈദ് ബുഖാരി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് കായംകുളം.